സൺഡേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഫുഡ്. അത് നമ്മൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു കുക്കറിലേക്ക് ബീഫും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും സവാളയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുതിർത്ത ഉലുവയും മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ കുക്കറിൽ വിസിലെടുത്ത് അത് മാറ്റി വയ്ക്കാം. ഇനി തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ നമ്മളൊരു വലിയൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിൽ പട്ടയും ചെറിയ ഉള്ളിയും കുതിർത്ത ഉലുവയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം ആവശ്യത്തിന്, അതായത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പൊന്നിയരിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി അരി കൂട്ടുക. ഇനി എയർ പോയ ശേഷം നമ്മൾ ബീഫ് തുറന്നിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പെരുംജീരകവും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ബീഫ് അതിലേക്ക് കൊട്ടിയിട്ട് നമ്മൾ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ബീഫ് തയ്യാറാകും. മുകളിൽ കുറച്ച് മല്ലിയിലയും വിതറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഗ്രേവി തയ്യാറാണ്. നമ്മളുടെ ചോറ് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തേങ്ങാച്ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് ബീഫും അതിൻ്റെ കൂടെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.